then they also have inhalation burns, airway burns. Airway burns, that's the reason. There's no other protocol has been activated, right? Kind of because of any kind of substance or something? No, that is mainly of inhalation, thermal burns and smoke, which because of explosions which are there inhaled. They have any other injuries? Some have some blunt injuries, which is not very major ones. All the 6 are in ICU or? No, 2 right now we have shifted him to for dressings and ICU, and other 4 are we are managing right now. They both are 30 to 40%. Yeah, 30 to 40%. Thank you, doctor. Yeah. Thank you, sir. Have a good name? Dr. Dinesh Kadam. Yes. മംഗളൂരു എ ജെ ആശുപത്രിയിലെ ഡോക്ടറാണ്. 30 മുതൽ 40% വരെ പൊള്ളലേറ്റ് 2 പേർക്കെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. 2 പേർ ICUവിലാണ്, ബാക്കി 4 പേര് അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുന്നു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ നാവികരെ അവിടെ എത്തിച്ചത്. 18 പേരെയാണ് മംഗളൂരു തുറമുഖത്ത് എത്തിച്ചത് INS സൂറത്തിൽ. അവിടെ നിന്നാണ് ബാക്കി 4 പേരെ ഇപ്പോൾ 6 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നതിൽ 2 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് 30 മുതൽ 40% വരെ പൊള്ളലാണ്. അരുൺ പാറയ്ക്കൽ, അരുൺ, എന്തൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർ വിശദീകരിക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, 2 പേർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത്. അവർക്ക് 35 മുതൽ 40% വരെ പൊള്ളലേറ്റിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഡോക്ടർ പങ്കുവച്ചത്. അത് 2 പേരാണ്. ചൈന സ്വദേശി ലു എൻലിയും തായ്വാൻ സ്വദേശി സോണിറ്റൂർ എസൈനിയുമാണ്. അവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ അവരെ അകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ, ആംബുലൻസിൽ നിന്ന് അകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു അവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. 35 മുതൽ 40% വരെ അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ഡോക്ടർ പങ്കുവച്ചത്. മറ്റ് 4 പേരാണ് ഈ ആശുപത്രിയിലുള്ളത്. ആകെ 6 പേരെയാണ് പ്രവേശിപ്പിച്ചിരുന്നത്. അതിൽ മറ്റ് 4 പേരെ കൂടി മറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരിങ്ങനെയാണ്: 2 ചൈന സ്വദേശികളായ സു ഫാബിനോയും ഗുവോ ലെന്നിനോയുമാണ്. 2 മ്യാൻമർ സ്വദേശികളായ തെയ്ത്താൻ ഹട്ടയും ഗൈസ ഹട്ടുവുമാണ്. അവർക്ക് ഈ പുക, വല്ലാതെ രീതിയിലുള്ള ഒരു പുക ശ്വസിച്ച അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഒരാൾക്ക് മുഖത്ത് ചെറിയ തോതിലുള്ള പൊള്ളയേറ്റിട്ടുണ്ട്. മറ്റത് ഈ വല്ലാത്ത രീതിയിൽ പുക ശ്വസിച്ചുകൊണ്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ ചികിത്സയാണ് ഇപ്പോൾ അവർക്ക് നൽകുന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ ആശുപത്രിയിൽ നിന്ന് നമ്മൾ മാധ്യമങ്ങളെ കണ്ടത് ഡോക്ടർ ദിനേശാണ്. അദ്ദേഹം പ്ലാസ്റ്റിക് സർജനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയത്. ഇപ്പോൾ വെളിച്ചക്കുറവ് മൂലം ഈ തിരച്ചിൽ, അതായത് തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കോസ്റ്റ് ഗാർഡിൽ നിന്നും നാവികസേനയിൽ നിന്നും പുറത്തു വരുന്നത്. വെളിച്ചക്കുറവ് ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുകയാണ്. മറ്റൊന്ന് ഈ കണ്ടെയ്നറുകൾ, ഈ കടലിലേക്ക് വീണ കണ്ടെയ്നറുകളും അത് അപകടസ്ഥിതിയുണ്ട്. അതും ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകളുമൊക്കെ അത് ഈ തെരച്ചിലിനെയും അതുപോലെ തന്നെ രക്ഷാദൗത്യത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാവികസേനയുടെ INS സത്ലജും ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവിടെ ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. രാവിലെ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് ഈ പ്രതിരോധ സേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ 12 പേരാണ് മറ്റുള്ള ആളുകൾ ഈ കപ്പലിൽ ഇവിടേക്ക് എത്തിച്ച, അതായത് INS സൂറത്തിൽ മംഗലാപുരം തുറമുഖത്തേക്ക് എത്തിച്ച ആളുകൾ മറ്റ് 12 പേരാണ്. അവർക്ക് പരിക്കൊന്നുമില്ല. അവരെ മംഗലാപുരത്തെ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റി, 5 സ്റ്റാർ ഹോട്ടലിലേക്ക് മാറ്റി എന്ന വിവരമാണ് ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്നത്. അവരുടെ പേരുവിവരങ്ങൾ വെയ് ചുൻജു, ടാക് ഹെങ്, ക്യാൻ ഹ്യൂ വാൾ, ലിങ് ച്വൻ, ഫെങ് ലേ, ലീ ഫെങ് വാൻ തുടങ്ങി 12 പേരാണിപ്പോൾ ഈ കപ്പലിൽ നിന്ന് പരുക്കേൽക്കാതെ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അവരെ ആശുപത്രി ഈ ഹോട്ടലിലേക്ക്, ഈ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതാ ഡോക്ടർ മാധ്യമങ്ങളെ കണ്ട ഈ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടവർക്ക് 35%-നും 40%-നും ഇടയിലുള്ള പരുക്കുണ്ട്. മറ്റുള്ള ആളുകൾക്ക് പുക ശ്വസിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് മുഖത്ത് സാരമായ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു പൊള്ളലേറ്റിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അപകടമായിരുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെ പുറത്തു വന്ന നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ വിവരങ്ങൾ അനുസരിച്ച്, അവരുടെ വിശദീകരണ കുറിപ്പുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലായിരുന്നു. ഇനിയിപ്പോൾ രക്ഷാദൗത്യം ഇന്നിപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. നാളെ രാവിലെ വീണ്ടും രക്ഷാദൗത്യം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്, വെളിച്ചക്കുറവുണ്ട്. ഒപ്പം ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകളെയും ഒക്കെ ഒരു
സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ആ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ അഞ്ച് കപ്പലുകളും അതുപോലെ തന്നെ INS സത്ലജും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ അവിടേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വീണ്ടും ഈ ദൗത്യം പുനരാരംഭിക്കും. പരുക്കേറ്റ ആളുകളെ മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ നില കുറച്ച് പ്രശ്നമാണ്. മറ്റ് 4 പേർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ചികിത്സയും നൽകി കഴിഞ്ഞു. മറ്റ് 12 പേരെ, കപ്പലിലുണ്ടായിരുന്ന 18 പേരിൽ 6 പേരെ ഇവിടെ പ്രവേശിപ്പിച്ചു. മറ്റ് 12 പേരെ AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള ടെൻഷൻ നമുക്ക് ഇവിടെയില്ല, മംഗലാപുരത്തില്ല. പക്ഷേ ഈ കപ്പൽ, അതായത് ഉൾക്കടലിലുള്ള കപ്പൽ, അത് ഇനി എങ്ങനെയായിരിക്കും ആ കപ്പലിനെ തീരത്തേക്ക് അടുപ്പിക്കുക, അത് ഏത് തീരത്തെ അടുപ്പിക്കും? മാത്രമല്ല ഈ കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ അത് എവിടെയായിരിക്കും എത്തിച്ചേരുക, ഏതൊക്കെ കടപ്പുറത്ത് അടിയുമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, തീരദേശ ജനതയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആശങ്കയുണ്ട്. ആശങ്കയ്ക്ക് ഒരു പരിഹാരമുണ്ടാകണം. ഇപ്പോൾ നേരത്തെ വന്ന വിവരമനുസരിച്ച് കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലുള്ള തീരപ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണം. അവിടെ ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന കാര്യം പുറത്തു വന്നിരുന്നു. എന്തായാലും അങ്ങനെയുള്ള ജാഗ്രത നിർദ്ദേശം വന്ന സ്ഥിതിക്ക് അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നാളെ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷ്. ശരി, അരുൺ പാറയ്ക്കലാണ് ഇപ്പോൾ മംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 6 പേരെയാണ് മംഗളൂരുവിൽ AJ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൽ 2 പേർക്ക് 35 മുതൽ 40% വരെ പൊള്ളലേറ്റിട്ടുണ്ട്. അവരെ ICUവിലാക്കിയിട്ടുണ്ട്. മറ്റ് 4 പേർക്ക് ചികിത്സ നൽകുകയാണ്. 12 പേരെ ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ആംബുലൻസിലാണ് മംഗളൂരു തുറമുഖത്ത് നിന്നും AJ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. തീർത്ഥാടകരെല്ലാം മിനായിൽ നിന്ന് മടങ്ങി. വിദേശ തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഹറം പള്ളിയിലും മിനായിലും അറഫയിലും മുസ്ദലിഫയിലുമായി 6 ദിവസം നീണ്ടുനിന്ന കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്നലെ തന്നെ മിനായിൽ നിന്ന് മടങ്ങിയിരുന്നു. ബാക്കിയുള്ളവർ ജംറകളിലെ ഇന്നത്തെ കല്ലേറിന് ശേഷം മിനായോട് വിട പറഞ്ഞു. മക്ക നഗരത്തോട് വിട പറയുമ്പോൾ ഹറം പള്ളിയിൽ നിർവഹിക്കുന്ന വിടവാങ്ങൽ തവാഫ് മാത്രമാണ് തീർത്ഥാടകർക്ക് അവശേഷിക്കുന്ന കർമ്മം. ഇന്നലെയും ഇന്നുമെല്ലാം വിടവാങ്ങൽ തവാഫ് നിർവഹിക്കുന്ന തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഹറം പള്ളി. ആഭ്യന്തര തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മടങ്ങി. വിദേശ തീർത്ഥാടകരുടെ മടക്കയാത്രയും ആരംഭിച്ചു. ഹജ്ജിനു മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ ഹജ്ജിന് ശേഷം മദീനയിലെത്തി തുടങ്ങി. ഹജ്ജിനു മുമ്പ് മദീന സന്ദർശിക്കാത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനത്തിനായി ജൂൺ 12 മുതൽ മദീനയിലേക്ക് പോകും. മദീനയിൽ നിന്നായിരിക്കും ഇവരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. ഹജ്ജ് നിർവഹിച്ച തീർത്ഥാടകർ നവജാത ശിശുവിനെ പോലെ പാപമുക്തരാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പുതിയൊരു ജീവിതം കെട്ടുപടുക്കാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് തീർത്ഥാടകർ മടങ്ങുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണമംഗലം, 24. ദുബായ് മെട്രോ ബ്ലൂ ലൈനിലെ ആദ്യ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിച്ചു. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ബ്ലൂ ലൈൻ പദ്ധതിയുടെ ആദ്യ സ്റ്റേഷന് തറക്കല്ലിടുകയായിരുന്നു. 2029 സെപ്റ്റംബർ 9 ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ പ്രവർത്തിച്ചു തുടങ്ങും. ദുബായ് മെട്രോയുടെ പുതിയ പാതയായ ബ്ലൂ ലൈനിലെ ഇമാർ പ്രോപ്പർട്ടീസ് സ്റ്റേഷന്റെ നിർമ്മാണമാണ് തുടങ്ങിയത്. 74 മീറ്റർ ഉയരമുള്ള സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മെട്രോ സ്റ്റേഷനായി മാറും ഇത്. 11,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ സ്റ്റേഷൻ പ്രതിദിനം 1.6 ലക്ഷം യാത്രക്കാർ കൈകാര്യം ചെയ്യാനാകുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദുബായിൽ നടന്ന ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആദ്യ സ്റ്റേഷന്റെ തറക്കല്ലിട്ടു. മാപ്പ, ലിമക്, CRRC എന്നീ 3 ടർക്കിഷ് ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യത്തിനാണ് ബ്ലൂ ലൈനിന്റെ നിർമ്മാണ ചുമതല. 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്ലൂ ലൈൻ നിലവിലുള്ള റെഡ്, ഗ്രീൻ ലൈനുകളെ ബന്ധിപ്പിക്കും. 14 സ്റ്റേഷനുകളാണ് ബ്ലൂ ലൈനിൽ ഉണ്ടാവുക. ഇതിൽ 5 എണ്ണം ഭൂമിക്കടിയിലായിരിക്കും. 2009 സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ദുബായ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവറില്ല മെട്രോ ശൃംഖലയാണ്. 24 ദുബായ്. ഗസയിൽ അടിയന്തര സഹായം എത്തിക്കാൻ പോയ തന്നെയും സംഘത്തെയും ഇസ്രയേൽ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയുമായി പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് കഴിഞ്ഞയാഴ്ച ഇറ്റലിയിലെ സിസിലി തീരത്ത് നിന്നാണ് ഗ്രേറ്റയും സംഘവും ഗസയിലേക്ക് പുറപ്പെട്ടത്. If you see this video, we have been intercepted and kidnapped in international waters by the Israeli occupational forces or forces that support Israel. I urge all my friends, family and comrades
to put pressure on the Swedish government to release me and the others as soon as possible. ഇവർ ഞങ്ങളെ അന്യായ തടങ്കലിലാക്കി. ഇസ്രായേൽ കമാൻഡോകളാണ് ഇതിനു പിന്നിൽ. സ്വീഡനും അന്താരാഷ്ട്ര സമൂഹവും അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കണം, ഗ്രറ്റ തൻബർഗ് വീഡിയോയിൽ പറയുന്നു. അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് ഇസ്രായേലി കമാൻഡോകൾ ഗ്രറ്റയും സംഘവും സഞ്ചരിച്ച പായ്ക്കപ്പൽ തടഞ്ഞു. കപ്പലിലുള്ള എല്ലാവരുടെയും ഫോണുകൾ ഓഫാക്കാൻ നിർബന്ധിച്ചു. നാവിക ഉപരോധം മറികടന്നെത്തിയ കപ്പൽ തടയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സിന്റെ നിർദ്ദേശമുണ്ട്. ഉപരോധം ദേശീയ സുരക്ഷ മുൻനിർത്തിയെന്നും ഇസ്രായേൽ. ജൂൺ 6 തെക്കൻ ഇറ്റലിയിലെ തുറമുഖമായ കാറ്റാനിയയിൽ നിന്ന് പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടില്ലയുടെ മഗ്ലീൻ എന്ന ബോട്ടിലാണ് ക്രെറ്റയും ടീമും യാത്ര പുറപ്പെട്ടത്. ഗസയ്ക്കുമേലുള്ള ഉപരോധം നേരിടാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകൾ ചേർന്ന് രൂപവൽക്കരിച്ച കൂട്ടായ്മയാണ് FFC. ഗ്രറ്റ തൻബർഗ് കൂടി പങ്കാളിയായതോടെ ഈ ദൗത്യം കൂടുതൽ ശ്രദ്ധ നേടി. ഗ്രറ്റയ്ക്കൊപ്പം ഗെയിം ഓഫ് ത്രോൺ സീരീസിലൂടെ പ്രശസ്തനായ ലിയം കണിംഗ്ഹാം, യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം റിമ ഹസൻ ഉൾപ്പെടെ 12 പേരുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അഴീക്കൽ പുറംകടലിൽ തീപിടിച്ച ചരക്ക് കപ്പലിൽ 650ഓളം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് വിവരം. ഇതിൽ 20ഓളം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയായിരുന്നു. അപകടകരമായ 4 വ്യത്യസ്ത വസ്തുക്കൾ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് സ്ഥിരീകരണം. ചരക്ക് കപ്പലിലെ വസ്തുക്കൾ സമുദ്രസമ്പത്തിനെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. 269 മീറ്റർ നീളമുള്ള കപ്പലിൽ 650 കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് വിവരം. ഇതിൽ 100ഓളം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്നാണ് സൂചന. 20 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. അപകടകരമായ 4 തരം വസ്തുക്കൾ കപ്പലിലുണ്ടെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ പറഞ്ഞു. ക്ലാസ് 3, ക്ലാസ് 4.1, 4.2 സ്പോണ്ടാനിയസ് കമ്പഷൻ ഉണ്ടാക്കുന്ന തനിയെ പിടിക്കുന്ന രാസവസ്തുക്കൾ, അതേപോലെ 6 ടോക്സിക് വിഷാംശം ഉണ്ടാകുന്ന സബ്സ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള 4 ക്ലാസ്സിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ഈ കാർഗോയുടെ കൂടെയുണ്ട്. എല്ലാം അതാണെന്ന് ഞാൻ പറയുന്നില്ല. തുറമുഖാധികൃതർക്ക് കപ്പൽ കമ്പനി നൽകുന്ന പട്ടികയിലാണ് എന്തെല്ലാം ചരക്കാണുള്ളതെന്ന് വ്യക്തമാക്കുക. പാരിസ്ഥിതിക മത്സ്യബന്ധന പ്രശ്നങ്ങളാണ് സംസ്ഥാനത്തിന്റെ ആശങ്ക. നമുക്കിവിടെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിച്ചു അതിന് പരിഹാരം ഉണ്ടാവുകയും നമുക്ക് ഏതെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാഗത്തുള്ള. അത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. നിലവിൽ കേരള തീരത്ത് ആഘാതമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. 24 കോഴിക്കോട്. അറബിക്കടലിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കപ്പലപകടം സംഭവിച്ചതോടെ ആശങ്കയിലാണ് കേരള തീരം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലൂടെ വൻ വികസനം കേരളം സ്വപ്നം കാണുമ്പോഴാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ വലിയ പ്രതീക്ഷയിലാണ് കേരളം. മദർഷിപ്പുകൾ എത്തുന്ന തുറമുഖം കേരളത്തിന്റെ വ്യാപാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് കണക്കുകൂട്ടൽ. എന്നാൽ 17 ദിവസങ്ങൾക്കിടെ 2 കപ്പൽ അപകടങ്ങൾ. ലൈബീരിയൻ കപ്പൽ MSC എൽസ മുങ്ങിയതോടെ ഭീതിയിലായിരുന്നു കേരള തീരം. കണ്ടെയ്നറും അതിലെ വസ്തുക്കളും തീരത്തടിഞ്ഞതോടെ ആശങ്ക കൂടി. മത്സ്യബന്ധനത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനു പുറമെയാണ് പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ. കപ്പലിലെ എണ്ണച്ചോർച്ച തടയാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സിംഗപ്പൂർ ഫ്ളാഗ്ഷിപ്പായ വാൻഹായ് 503 പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായത് ഇന്ന് ഉച്ചയോടെ. കേരള തീരത്തെ ഞെട്ടിച്ച രണ്ടാമത്തെ അപകടം. കൂടുതൽ കപ്പലുകൾ കേരളത്തിലേക്ക് എത്തണം. അതുവഴി വ്യാപാരബന്ധം ശക്തിപ്പെടണം, തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം. അങ്ങനെ ഏറെ പ്രതീക്ഷകളുണ്ട് കേരളത്തിന്. എന്നാൽ കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങൾ സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ആശങ്ക ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക് 24. കൊച്ചി തീരത്തോട് ചേർന്ന് MSC എൽസ എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. അപകടങ്ങളിൽ കേസെടുക്കുന്നത് ഷിപ്പിംഗ് മന്ത്രാലയമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കപ്പലിലെ എണ്ണച്ചോർച്ച തടയാനുള്ള ദൗത്യം ആരംഭിച്ചു. മെയ് 25 കപ്പൽ മറിഞ്ഞ് 4-ാം ദിവസം
മുഖ്യമന്ത്രി പിണറായി വിജയനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. കപ്പൽ കമ്പനിക്കെതിരെ ഉടൻ കേസെടുക്കേണ്ടതില്ല. കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിലവിൽ പ്രാധാന്യം നൽകണമെന്നും ഇത് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായകരമാകുമെന്നും തീരുമാനിച്ചു. ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസർ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെ നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിൽ സർക്കാരിനെ സഹായിക്കാൻ നിയോഗിച്ചതായി ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അറിയിച്ചു. കപ്പലിലെ എണ്ണ വേർതിരിച്ചെടുക്കുന്നതുവരെ കപ്പലിന്റെ 20 നോട്ടിക്കൽ മൈലിലുള്ള മത്സ്യബന്ധനം അനുവദിക്കേണ്ടതില്ല എന്നും തീരുമാനമുണ്ട്. MSC കപ്പൽ കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി അടുത്ത ബന്ധമുണ്ടെന്നും യോഗവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ക്രിമിനൽ കേസിലേക്ക് എത്തിക്കാതെ ഇൻഷുറൻസ് ക്ലെയിം വഴി പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തുണ്ടായ നഷ്ടം ക്ലെയിം ചെയ്തു വാങ്ങാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. നമുക്കിവിടെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിച്ച് അതിന് പരിഹാരം ഉണ്ടാവുകയും നമുക്ക് ഏതെങ്കിലും നഷ്ടങ്ങളുണ്ടായാൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാഗത്തിൽ. അത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. കപ്പലിലെ എണ്ണച്ചോർച്ച തടയാനുള്ള ദൌത്യവും ആരംഭിച്ചു. 12 അംഗ മുങ്ങൽ വിദഗ്ധരാണ് ദൌത്യസംഘത്തിലുള്ളത്. 24 ഡൽഹി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഒരു ദിവസം വൈകും. നാളെ വൈകിട്ട് 5:52 തീരുമാനിച്ച ദൌത്യം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മറ്റന്നാളത്തേക്ക് മാറ്റി. ISRO ആണ് ദൌത്യം മാറ്റിയ വിവരം സ്ഥിരീകരിച്ചത്. ജൂൺ 11 വൈകിട്ട് 5:30 ദൌത്യം. നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ ശുഭാംശു ശുക്ല. നാസ, ISRO, ആക്സിയം സ്പേസ് എന്നിവയുടെ സംയുക്ത ദൗത്യമാണിത്. നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. 14 ദിവസം ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലുണ്ടാകും. ഇന്ത്യയുടെ ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ദൗത്യങ്ങളിൽ വൈദഗ്ധ്യം നേടാനുള്ള അവസരമായാണ് ISRO ശുഭാംശുവിന്റെ യാത്രയെ കാണുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള പരിശീലനം പൂർത്തിയാക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്തിയ പ്രകാരമാണ് ഈ ദൗത്യം. ഗഗൻയാൻ യാത്രികരിൽ 4 പേരിൽ ഒരാളാണ് ശുഭാംശു. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശുവിനെ 2019 ISRO ബഹിരാകാശ യാത്രാ പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത്. ഫൈറ്റർ പൈലറ്റായി 2006 ശുഭാംശു ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നത്. മിഗ്, സുഖോയ്, ഡോണിയർ തുടങ്ങിയ വിമാനങ്ങൾ പറത്തുന്നതിൽ വിദഗ്ധൻ. 715 കോടി രൂപയാണ് ശുഭാംശുവിന്റെ യാത്രയ്ക്കായി ഇന്ത്യ ചെലവിടുന്നത്. ന്യൂസ് ഡെസ്ക് 24. നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കടിയിൽ നിന്ന് 15കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം തിരുത്തി വനമന്ത്രി AK ശശീന്ദ്രൻ. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന സംശയമാണ് താൻ ഇന്നലെ പറഞ്ഞത് എന്നാണ് മന്ത്രിയുടെ മലക്കം മറിച്ചിൽ. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ UDF പ്രതിഷേധം തുടരുകയാണ്. പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരമൊരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പോൾ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാട് അവരിനിയെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം. അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അടിവരയിട്ട് പറയുന്ന ഭാഗമാണ് ഇത്. ഈ പ്രസ്താവനയാണ് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത്. മന്ത്രിക്കെതിരെ വലിയ വിമർശനവും ഉയർന്നു. വിവാദ പ്രസ്താവനയിൽ നിന്ന് ഇന്ന് മന്ത്രി പിന്മാറി. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന് മാധ്യമങ്ങളെ മന്ത്രി പഴിചാരി. പുതിയ വാദം ഇങ്ങനെ: അതിലിങ്ങനെ ഞാൻ ഈ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്തരമൊരു മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അതെങ്ങനെയാ, ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത്? അരമണിക്കൂറിന് മുമ്പ് 8 or 9 മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത്? ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ. അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഉത്കണ്ഠയില്ലല്ലോ. മന്ത്രിയുടെ ആരോപണത്തെ ഏറ്റുപിടിച്ച CPIM നേതാക്കൾ ഈ നിലപാടിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് സൂചന. ഇത് UDF രാഷ്ട്രീയപരമായിട്ട് ഈ കാര്യത്തെ കൈകാര്യം ചെയ്താൽ ഞങ്ങളും
പാർട്ടി എന്നുള്ള രാഷ്ട്രീയമാരെ ഇതിൻ്റെ കാര്യങ്ങൾ കാണും. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇയാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നാട്ടുകാർ പറയുന്നത് സ്ഥിരമായിട്ട് ഈ ജാതി പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇന്നും UDF നേതാക്കൾ രംഗത്തെത്തി. ഇന്നിപ്പോ പിൻവലിച്ചു, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയണ, മാറ്റി പറഞ്ഞാൽ നന്നായി. ഇത്രേ കൊള്ളാം. പിൻവലിച്ചു മാപ്പ് പറയാൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറാകണം. മന്ത്രിയുടെ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണത്തിൽ LDF നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.